ബോട്ടണി ഇതുവരെ ഒന്നും തുറന്നു നോക്കാത്തവർക്ക് ഒറ്റ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളായിരുന്നു. എന്താ? മോഡൽ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ 5 സ്റ്റാർ ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ശേഷമുള്ള സമയങ്ങളിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്റ്റാറും 4 സ്റ്റാറും വരുന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇതല്ലായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് സാറേ ആ 5 സ്റ്റാർ ചാപ്റ്റേഴ്സ്, അതിൻ്റെ ഉള്ളിൽ പഠിക്കേണ്ട ടോപ്പിക് എന്തൊക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്തൊക്കെ, കൂടാതെ ടഫായി ആക്കുകയാണെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞു തരും. അപ്പൊ പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ, എന്റെ തക്കുടുകളെ, എന്നെ എല്ലാം ആയവരെ, ഇങ്ങെത്തിപ്പോയടാ നമ്മുടെ മോഡൽ എക്സാം. തൊട്ടു പിന്നാലെ നമ്മുടെ കാത്തിരുന്ന മെയിൻ എക്സാമും ഇങ്ങെത്തിപ്പോയി മക്കളെ. പഠിക്കാൻ സമയമായി, പഠിച്ചേക്കണേടാ. എന്നാൽ വേഗം പാടാ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക് നോക്കാം. 5 സ്റ്റാർ ചാപ്റ്റേഴ്സ് ഇത്രയുമാണ്. ഇതിന്റെ വെയിറ്റേജും ഇത്ര. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണല്ലോ. ഇത് 5 സ്റ്റാർ ആക്കാൻ കാരണം എന്താ അറിയാമോ? ഈ 6 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ 28 മാർക്ക് കിട്ടും. ബാക്കി 3 ചാപ്റ്റേഴ്സ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് 30 വായിക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ 6 ചാപ്റ്റേഴ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 28 മാർക്ക് A+ സ്വന്തമാക്കാം ഇൻ ബോട്ടണി. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലാൻ ഗ്രോത്താ. പ്ലാൻ ഗ്രോത്തിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, അതോടൊപ്പം തന്നെ ടഫ് ആക്കിയാൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയും. അതിലെപ്പോഴും ചോദിക്കാനുള്ളത് ഹോർമോൺ, ഓക്സിൻ, ഗിബർലിക് ആസിഡ്, സൈറ്റോകൈനിൻ, അങ്ങനെ ഹോർമോൺസ് എന്താ, അതിന്റെ ഫങ്ഷൻസ് എന്താ, എപ്പിക്കൽ ഡോമിനൻസ് ആരാ, മാൾട്ടിങ് ബോൾട്ടിങ് ഗിബർലിക് ആസിഡിന്റെ ഫംഗ്ഷനാ, ഡീക്യാപിറ്റേഷൻ എന്താ, സെനിസെൻസ് ആരാ കൺട്രോൾ ചെയ്യുക, റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്താ, അത് ഏത് ഹോർമോണിന്റെ ഫംഗ്ഷൻ ആണ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. ഇത് കൂടാതെ കുറെ ഉണ്ട്, നോക്കി വെച്ചേക്കണം. ഡിഫറൻഷിയേഷൻ, ഡീഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ പണ്ട് നിരന്തരം ചോദിച്ച ക്വസ്റ്റ്യനാ. ഇപ്പൊ കുറെ നാളായിട്ട് വരാനില്ല. നിങ്ങൾ ഭാഗ്യമുള്ള മക്കളായതുകൊണ്ട് മക്കളെ വരാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻഷിയേഷൻ എന്താ, ഡീഡിഫറൻഷിയേഷൻ എന്താ, റീഡിഫറൻഷിയേഷൻ എന്താ, പ്ലാസ്റ്റിസിറ്റി എന്താ, അതിന്റെ എക്സാമ്പിൾ എന്താ. പ്ലാസ്റ്റിസിറ്റി ചോദിച്ചാൽ നിങ്ങൾ എഴുതും, അതിന്റെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ 4 ചെടീന്റെ പേര് എഴുതി വെക്കലേ. കോട്ടൺ, കൊറിയാൻഡർ, ലാക്സ്പർ, ബട്ടർകപ്പ്. മക്കളെ, ഈ 4 ചെടികൾ പ്ലാസ്റ്റിസിറ്റിന്റെ എക്സാമ്പിൾ അല്ല, ഇത് എട്രോഫിലിന്റെ എക്സാമ്പിളാ. പ്ലാസ്റ്റിസിറ്റിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ അത് എട്രോഫിലിയാണ് എക്സാമ്പിൾ. എട്രോഫിലിന്റെ എക്സാമ്പിൾ ചോദിച്ചാലേ ഈ 4 പേര് എഴുതി വെക്കാൻ പാടുള്ളൂ. മനസ്സിലാക്കണം. പ്ലാസ്റ്റിസിറ്റിന്റെ എക്സാമ്പിൾ എട്രോഫിലി, അതിന്റെ എക്സാമ്പിൾ ആണ് ഇത്. അല്ലാതെ പ്ലാസ്റ്റിസിറ്റിന്റെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഈ 4 പേര് കൊണ്ട് എഴുതി വെക്കല്ലേ. ഗ്രോത്ത് റേറ്റ് നോക്കണം. അരിത്തമെറ്റിക്, ജോമെട്രിക്, 2 ഗ്രോത്ത് റേറ്റ് നമ്മളെ കമ്പാരിസൺ. ഗ്രാഫ് ഇമ്പോർട്ടൻ്റ്, ലീനിയർ ഗ്രാഫ്, എക്സൈപ്പഡ്, സിഗ്മോയിഡ് ഗ്രാഫ്, ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി, 3 ഫേസ് എപ്പോഴും നോക്കി വെക്കണം. ഇവിടുന്ന് ടഫ് ആകുകയാണെങ്കിൽ എൻ്റെ മക്കളോട് വരുന്നത് എന്താണ് ഓപ്പൺ ഗ്രോത്ത്. 1 മാർക്ക് അല്ലെ 2 മാർക്കും ചോദിക്കാം. എന്താണ് സാറേ ഓപ്പൺ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? എന്താ ഓപ്പൺ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? ഒരു പ്ലാന്റിന്റെ ബോഡിയിലേക്ക് നിരന്തരം സെല്ലുകൾ ആഡ് ആകുക. ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ന്യൂ സെൽസ് ടു ദ പ്ലാന്റ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് മെരിസ്റ്റം. മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ ആക്ടിവിറ്റി കാരണം പ്ലാന്റ് ബോഡിയിലേക്ക് ന്യൂ സെൽസ് എപ്പോഴും ആഡ് ആകുക, കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതിനെയാണ് ഓപ്പൺ ഗ്രോത്ത് എന്ന് വിളിക്കുക. ഇനി ടഫ് ആകുകയാണെങ്കിൽ വരുന്നത് AGR ആൻഡ് RGR. ഒരു ലീഫ് തരും, എന്നിട്ട് AGR എങ്ങനെ കണ്ടുപിടിക്കുക, RGR എങ്ങനെ കണ്ടുപിടിക്കുക. AGR എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റ് അല്ല, ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്. RGR എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റ്, ജോമെട്രിക് ഗ്രോത്ത് റേറ്റ്, അതേപോലെ വേറെ 2 ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് AGR, റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് RGR. ഒരു ലീഫ് തന്നിട്ട് എങ്ങനെയാ AGR കണ്ടുപിടിക്കുക, എങ്ങനെയാണ് RGR കണ്ടുപിടിക്കുക, ഇക്വേഷൻ ഒക്കെ നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കി വെച്ചേക്കണം. റെസ്പിറേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ വട്ടത്തെ മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത് റെസ്പിറേഷനും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതാ. ഈ ഫോട്ടോസിന്തസിസിനേക്കാൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ആദ്യം ചോദിക്കുന്നത് റെസ്പിറേറ്ററി ഓർഗൻ. നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ലങ്സാ. അതേപോലെ ലങ്സ് പ്ലാന്റ്സിനില്ല. എന്തുകൊണ്ട് പ്ലാന്റ്സിന് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല? ഫസ്റ്റ് ക്വസ്റ്റ്യനാ. വൈ പ്ലാന്റ്സ് ഹാവ് നോ റെസ്പിറേറ്ററി ഓർഗൻ? വൈ പ്ലാന്റ്സ് ഹാവ് നോ റെസ്പിറേറ്ററി ഓർഗൻ? അതിന്റെ റീസൺസ് 3-4 പറയുന്നുണ്ട്, നോക്കി വെക്കണം. ഈ 4 സ്റ്റെപ്പുകൾ, ഈ 4 പ്രോസസ്സുകളും അവരുടെ സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റെപ്പ്, ഇതിൽ 10 സ്റ്റെപ്പ് ഉണ്ട്, ഇതിൽ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, ഇതിൽ 5 സ്റ്റെപ്പ് ഉണ്ട്, ഇതിൽ കുറെ കോംപ്ലക്സ് ഉണ്ട്, ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട്, അതൊക്കെ നോക്കി വെക്കണം. ഈ 4 പ്രോസസ്സുകളുടെ സ്റ്റെപ്പ് നോക്കി വെക്കണം. ഇവരെവിടെ സെല്ലിൽ നടക്കാൻ നോക്കി വെക്കണം. ഈ 4 സ്റ്റെപ്പുകൾക്കും വേറെ പേരുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കണം. ഈ ഗൈക്കോളൈസിസ് 10 സ്റ്റെപ്പ് ഉണ്ട്, 10 സ്റ്റെപ്പ് നമ്മൾ പഠിക്കും. പക്ഷെ ഓരോ സ്റ്റെപ്പിൽ എവിടെ ATP ഉണ്ടാകുക, എവിടെ NADH2 ഉണ്ടാകുക, എവിടെ ATP ചെലവാക്കുന്നു, എവിടെ ഉണ്ടാകുന്നു,
അതുകൂടെ നോക്കി വെക്കണം. 10 പേര് മാത്രം പഠിച്ചാൽ പോരാ മക്കളെ, കേട്ടോ. 10 പേര് മാത്രം പഠിച്ചാൽ പോരാ, എനർജി ഉണ്ടാകുന്ന സ്റ്റെപ്പുകൾ കൂടെ നോക്കി വെക്കണം. അടുത്തെന്താ? ഡയഗ്രംസ്. ഇതിന്റെ NCERT ഫിഗർ, ഈ 4 സ്റ്റെപ്പിന്റെയും NCERT ഫിഗർ നോക്കണം. എന്നിട്ട് ഓരോ സ്റ്റെപ്പിൽ നിന്നും എത്രമാത്രം ATP ഉണ്ടാകുന്നുണ്ട്. ഗ്ലൈക്കോളൈസിസിൽ നിന്ന് 8 ATP, ലിങ്ക് റിയാക്ഷൻ 6 ATP, ഇവിടുന്ന് 12 ATP. ഇങ്ങനെ ATP എത്ര ഉണ്ടാകുന്ന നോക്കി വെച്ചേക്കണം. എയറോബിക്കും അനേറോബിക് റെസ്പിറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എന്തുകൊണ്ട് റെസ്പിറേഷനെ ആംഫിബോളി പാത്വേ എന്ന് വിളിക്കുന്നു? RQ എന്താ? റെസ്പിറേറ്ററി കോഷ്യന്റ്. RQ എന്താ? എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ബൈ amount of oxygen utilized. അതാ ഇക്വേഷൻ. ഫാറ്റിന്റെ RQ എത്ര? ലെസ് ദാൻ 1. കാർബോഹൈഡ്രേറ്റിന്റെ RQ എത്ര? 1. ട്രൈപാൽമിറ്റിൻ ഒരു ഫാറ്റ് ആണ്, അതിന്റെ RQ 0.7. പ്രോട്ടീന്റെ RQ എത്ര? 0.9. വാല്യൂ ഓർത്ത് വെക്കണം. ഓരോ സബ്സ്റ്റൻസുകളുടെയും RQ, റെസ്പിറേറ്ററി കോഷ്യന്റ് ഓർത്ത് വെക്കണം. ഫെർമെന്റേഷന്റെ ഒരു ഡയഗ്രം ഉണ്ട് NCERT-യിൽ, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് മക്കളെ. ഫെർമെന്റേഷന്റെ ഒരു ഡയഗ്രം, ആസിഡ് ഫെർമെന്റേഷൻ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, ആ ഡയഗ്രം നോക്കി വെക്കണം. ഒരു യെല്ലോ ഡയഗ്രം ഉണ്ട്. ഇനി ഇവിടുന്ന് ടഫ് ആകുന്ന ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ഓപ്പൺ ഗ്രോത്ത്, AGR RGR ടഫ് ആകാം. ഇവിടുന്ന് ടഫ് ആക്കുകയാണെങ്കിൽ ഇതേ വരുള്ളൂ. എന്താണെന്നറിയാമോ? റെസ്പിറേഷന്റെ സമയത്ത്, റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ടാ, കുറെ നടക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അസ്യൂം ചെയ്തിട്ടാ, സങ്കല്പിച്ചിട്ടാ. എന്തൊക്കെയാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നമ്മുടെ അസംഷൻസ് എന്തൊക്കെയാണ്? ഒരു 3 പോയിന്റ് പറയുന്നുണ്ട്. ഈ സ്റ്റെപ്പുകൾ കണ്ടിന്യൂസ് നടക്കണം. ഗ്ലൈക്കോളൈസിസ് നടന്നാൽ ലിങ്ക് റിയാക്ഷൻ, ക്രെബ്സ് സൈക്കിൾ, ETS ഇങ്ങനെ സ്റ്റെപ്പായിട്ട് തുടർച്ചയായിട്ട് നടക്കണം. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളെ ഒരു സമയത്ത് റെസ്പിറേഷന് പോകാൻ പാടുള്ളൂ. ആ സ്റ്റെപ്പുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റുകൾ വേറെ എവിടെയും പ്രവേശിക്കാൻ പാടില്ല. എനർജീനെ വേറെ എവിടെയും യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് അസംഷൻസ് പറയുന്നുണ്ട്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സങ്കല്പങ്ങൾ എന്തൊക്കെ, അസംഷൻസ് എന്തൊക്കെ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളുടെ ഭാഗ്യമുള്ള മക്കളായോണ്ട്, നിങ്ങൾ നല്ല മക്കളായോണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. എന്താ? നമ്മുടെ ATP ഉണ്ടാകുന്നതാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. ഗ്ലൈക്കോളൈസിസിലുണ്ട്, ക്രെബ്സ് സൈക്കിളിലുണ്ട്. അങ്ങനെ ഈ രണ്ടിടത്താണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കുക. ഈ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ എവിടൊക്കെയാണ് നടക്കുക? ഗ്ലൈക്കോളൈസിസ്, ക്രെബ്സ് സൈക്കിൾ എവിടെ നടക്കുക അറിയാമോ? മക്കൾക്ക് അറിയാമോ? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുമ്പോഴാണ് അവിടെ ആ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കുക. ETS-ൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ അല്ല. ETS-ൽ എന്താ നടക്കുക? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ നടക്കുക. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ഗ്ലൈക്കോളൈസിസിലും ക്രെബ്സ് സൈക്കിളിലും സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ, ETS-ലെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. നോക്കി വെച്ചേക്കണം മക്കളെ, ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്, നോക്കി വെച്ചേക്കണം. അസംഷൻസ് 3-4 പോയിന്റ് ഉണ്ട്, നോക്കി വെച്ചേക്കണം. അടുത്ത ഫോട്ടോസിന്തസിസ്. എന്തൊക്കെയാ ഫോട്ടോസിന്തസിന്റെ സിഗ്നിഫിക്കൻസ്? എക്സ്പീരിമെന്റ്സ് ഉണ്ട്, കുറെ പരീക്ഷ ഉണ്ട്. മക്കൾ ചോദിക്കും, സാറേ പരീക്ഷ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ? എന്റെ അഭിപ്രായത്തിൽ സമയമില്ലെങ്കിൽ പഠിക്കണ്ട. എക്സ്പെരിമെന്റ്സിന്റെ പേരും അതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളും മാത്രം ഇപ്പം പഠിച്ചു വെക്കുക. സമയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കായിരുന്നു. പിന്നെന്താ? ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രം ഉണ്ട്, 2 ഡയഗ്രം ഉണ്ട്. ഫോട്ടോസിന്തസിസിലുള്ള ഡയഗ്രം ഉണ്ട്, സെൽ യൂണിറ്റ് ഓഫ് ലൈഫിലുള്ള ഡയഗ്രം ഉണ്ട്. ആ 2 ഡയഗ്രം നോക്കി വെക്കണം. അടുത്ത ഇതിലാണ് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ ചോദിക്കുക. ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ തമ്മിൽ എന്താ വ്യത്യാസം? സൈക്ലിക്, നോൺ സൈക്ലിക്, ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ തമ്മിൽ എന്താ വ്യത്യാസം? C3 പ്ലാന്റും C4 പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? PS1-ഉം PS2-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ ഡിഫറൻസ് കൂടുതൽ ചോദിക്കുന്നത് ഈ ചാപ്റ്ററിൽ നോക്കി വെക്കണം. അടുത്ത തൈലക്കോടിന്റെ ഉൾഭാഗത്തെ വിളിക്കുന്ന പേരാ ലൂമൻ. ഈ ലൂമന്റെ ഉള്ളിൽ H+കൾ അല്ലെങ്കിൽ പ്രോട്ടോൺസുകൾ അടിഞ്ഞുകൂടാറുണ്ട്. എന്തുകൊണ്ടാ സാറേ തൈലക്കോടിന്റെ ഉള്ളിൽ പ്രോട്ടോൺസ് അടിഞ്ഞുകൂടുക? എന്തുകൊണ്ടാ സാറേ തൈലക്കോടിന്റെ ഉള്ളിൽ പ്രോട്ടോൺസ് അടിഞ്ഞുകൂടുക? വാട്ടർ സ്പ്ലിറ്റിംഗ് ഉള്ളത് കൊണ്ട്, പിന്നെ പ്ലാസ്റ്റോക്വിനോൺ ഉള്ളിലേക്ക് പ്രോട്ടോനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. 2 റീസൺ പഠിച്ചു വെക്കണം. അടുത്ത കാൽവിൻ സൈക്കിൾ സ്റ്റെപ്പുകൾ. ആ സ്റ്റെപ്പിൽ ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ എത്ര എനർജി യൂട്ടിലൈസ് ചെയ്യണം? എനർജി ഏതൊക്കെ സ്റ്റെപ്പിലായി യൂട്ടിലൈസ് ചെയ്യുക? C4 സൈക്കിള്, അതിലെ സ്റ്റെപ്പുകൾ, അതിന്റെ ഡയഗ്രംസ് NCERT-യിൽ നോക്കണം. ഫോട്ടോ റെസ്പിറേഷൻ എന്താണ്? അതിന് എന്തുകൊണ്ട് വേസ്റ്റ് പ്രോസസ് എന്ന് വിളിക്കുന്നു? ക്രാൻസ് അനാട്ടമിന്റെ ഡെഫിനിഷൻ നോക്കി വെക്കണം. പിന്നെ ഫോട്ടോസിന്തസിസിന്റെ ഫാക്ടറുകൾ, ഇന്റേണൽ ഫാക്ടർ ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടറുകൾ ഉണ്ട്. എന്താണ് ബ്ലാക്ക്മാന്റെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ? എന്താണ് ബ്ലാക്ക്മാന്റെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ? ഇവിടുന്ന് ടഫ് ആകുകയാണെങ്കിൽ ചോദിക്കുന്നത് എന്താ അറിയാമോ? ഫോട്ടോ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറാ. നടുക്കുള്ളത് റിയാക്ഷൻ സെന്റർ, സൈഡിലുള്ളത് അക്സസറി പിഗ്മെന്റ്, മുകളിലുള്ളത് ഇലക്ട്രോൺ അക്സെപ്റ്റർ. എന്തൊക്കെ അക്സസറി പിഗ്മെന്റിന്റെ ഫംഗ്ഷൻ? ഏത് മോളിക്യൂളാണ് റിയാക്ഷൻ സെന്റർ? ഏറ്റവും ടഫ് ആകുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും അവസാനം ഇങ്ങനെ NCERT-ൽ ഡയഗ്രം ഉണ്ട്.
ഈ ഡയഗ്രത്തിൽ എന്താ ഇങ്ങനെ ഇതുവരെ ലൈറ്റ് ലിമിറ്റ് ഫാക്ടർ, പിന്നെ ലൈറ്റ് ലിമിറ്റ് ഫാക്ടർ ആകില്ല. ഈ ഗ്രാഫും ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കി വെച്ചേക്കണം മക്കളെ. ഇതൊക്കെ നമ്മുടെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വരാൻ പോകുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സെൽ സൈക്കിളിലേക്ക് വരുമ്പോൾ ഇന്റർഫേസിൽ ഏതൊക്കെ G1 S G2 ഇന്റർഫേസ്, ഇതിൽ ഓരോന്നിലും എന്താ നടക്കുക? DNA റെപ്ലിക്കേഷൻ നടക്കുന്ന S ഫേസിലാ. മൈറ്റോസിസിലെ അനാഫേസിന്റെ ഡയഗ്രാം, മെറ്റാഫേസിന്റെ ഡയഗ്രാം, പ്രോഫേസിന്റെ ഡയഗ്രാം, ഓരോ ഫേസിന്റെ ഡയഗ്രാം നോക്കണം. ടീലോഫേസ് അടക്കം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് മക്കളെ. എന്നിട്ട് എന്താണ് മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ്? സെൽ റിപ്പയർ, സെൽ ഗ്രോത്ത്, മെയിൻറ്റെയിൻ ന്യൂക്ലിയർ സൈറ്റോപ്ലാസം റേഷ്യോ, ഇക്വേഷൻ ഡിവിഷൻ, അതൊക്കെ എഴുതി വെക്കാം. സൈറ്റോകൈനസിസ് എങ്ങനെ പ്ലാന്റിൽ നടക്കുക, എങ്ങനെ ആനിമൽസ് നടക്കുക? പ്ലാന്റിൽ എങ്ങനെ നടക്കുക? സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാ. ആനിമൽസിൽ എങ്ങനെ നടക്കുക? സെൽ മെമ്പറൈനിൽ കുഴികൾ ഉണ്ടാകും, ഫെറോ ഉണ്ടായിട്ടാണ് മക്കളെ. മിയോസിസിലെ സ്റ്റെപ്പുകൾ പഠിക്കണം. മിയോസിസ് 1, മിയോസിസ് 2. 1 പ്രോഫേസ് 1, മെറ്റാഫേസ്, അനാഫേസ് 1. അതിൽ പ്രോഫേസ് 1 സബ്സ്റ്റേജ് ഏതൊക്കെയാ? ലിസി പാടി. എന്താ ലിസി പാടിയെ? ലിസി എന്താ പാടിയ മക്കളെ? ലിസി പാടി എന്താ? ഡൈലാമോ, ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയകൈനസിസ്. ഇതിൽ ഏത് സ്റ്റേജിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുക? ക്രോസിംഗ് ഓവർ പാക്കറ്റിൻ, സിനാപ്സിസ് സൈഗോട്ടിൻ, സിനാപ്റ്റിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നത് സൈഗോട്ടിൻ, ഇല്ലാതാകുന്ന ഡിപ്ലോട്ടിൻ, കയാസ്മെറ്റ് ഉണ്ടാകുന്നത് ഡിപ്ലോട്ടിൻ, ഇല്ലാതാകുന്ന ഡയാകൈനസിസ്. അത് ഓരോ സ്റ്റേജിലും എന്താ നടക്കാന്ന് പഠിച്ചു വെക്കണം. അടുത്ത ഇന്റർകൈനസിസ് എന്താ? ഇന്റർഫേസ് അല്ല, ഇന്റർകൈനസിസ് എന്താ? മിയോസിസ് 1 മിയോസിസ് 2 ഇടയ്ക്കുള്ള ഗ്യാപ്പിന്റെ പേരാണ് ഇന്റർകൈനസിസ്. അടുത്തത് മിയോസിസും മൈറ്റോസിസും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെ? ഡിഫറൻസ് ബിറ്റ്വീൻ മിയോസിസ് ആൻഡ് മൈറ്റോസിസ്. ഇതാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇവിടുന്ന് ടഫ് ആക്കുകയാണെങ്കിൽ വരുന്നത് എന്താണെന്നറിയാമോ? മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് വരിക. വേണമെങ്കിൽ എന്ത് ചോദിക്കാം? സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് എന്തൊക്കെയാ? റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നു, എവല്യൂഷന് കാരണമാകുന്നു, ഗമേറ്റുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് മിയോസിസ് സിഗ്നിഫിക്കൻസ്. പ്രോബ്ലംസ് വരാം. മിയോസിസും മൈറ്റോസിസും ബന്ധപ്പെടുത്തി പ്രോബ്ലംസ് വരാം. പേരന്റ് സെൽ 46 ആണെങ്കിൽ ഡോക്ടർ സെൽ എത്ര ആണ്? മൈറ്റോസിസിന് ശേഷം 46 തന്നെ. പേരന്റ് സെൽ 50 ആണെങ്കിൽ മിയോസിസിന് ശേഷം ഉണ്ടാകുന്ന 4 സെല്ലിന്റെ ക്രോമസോം നമ്പർ എത്ര? 25. പകുതിയായിട്ട് മാറും മിയോസിസിൽ. അങ്ങനെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് മക്കളെ. ഇവിടെ വരുമ്പോൾ പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത്, ഈസ്റ്റ് സെൽ ഡിവൈഡ് ചെയ്യാൻ എത്ര നേരം എടുക്കും? ഈസ്റ്റ് സെൽ ഡിവൈഡ് ചെയ്യാൻ 90 മിനിറ്റ് എടുക്കുള്ളൂ. ഹ്യൂമൻ സെൽ, മനുഷ്യന്മാരുടെ സെൽ ഡിവൈഡ് ചെയ്യാനോ 24 മണിക്കൂർ എടുക്കും. ഈ കണക്കും കൂടെ ഓർത്ത് വെച്ചോ. ഈസ്റ്റ് 90, ഹ്യൂമൻ സെൽ 24. സെൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ വരിക. സെൽ തിയറിയിലെ 2 പോയിന്റുകൾ ആരൊക്കെ? 2 പോയിന്റുകൾ എന്താ? അതിലെ രണ്ടാമത്തെ പോയിന്റിനെ വിളിക്കുന്ന പേരാ ഒമ്നിസെല്ലുല ഈ സെല്ലുല. സെൽ തിയറി കണ്ടുപിടിച്ചത് ആരാ? സ്വീഡനും ഷ്വാനുമാണ്. ആ പോയിന്റുകൾ സെൽ ഓർഗനൽസ് പഠിച്ചു വെക്കണം. ഏതൊക്കെയാ ഡബിൾ മെമ്പറൈൻ, ഏതൊക്കെയാ സിംഗിൾ മെമ്പറൈൻ, ഏതൊക്കെയാ മെമ്പറൈൻ ഇല്ലാത്തത്? ഡബിൾ മെമ്പറൈൻ ഉള്ളവരെ എപ്പോഴും ചോദിക്കും. മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ന്യൂക്ലിയസ്. അടുത്തത് ബാക്ടീരിയന്റെ സ്ട്രക്ചർ പഠിക്കണം. ബാക്ടീരിയക്ക് ഏറ്റവും പുറത്ത് ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്, സെൽ വോൾ ഉണ്ട്, സെൽ മെമ്പറൈൻ ഉണ്ട്. പിന്നെന്താ? പിലി എന്താ? ഫിംബ്രി എന്താ? മീസോസോം എന്താ? ഫംഗ്ഷൻ എപ്പോഴും ചോദിക്കും. വാട്ട് ഈസ് മീസോസോം ആൻഡ് ഇസ് ഫംഗ്ഷൻ? പിന്നെന്താ? ക്രോമാറ്റോഫോറുകൾ എന്താ? മീസോസോമിന്റെ ടൈപ്പ്, വെസിക്കിൾ, ട്യൂബ്യൂൾ, ലാമല്ലേ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. യൂകാരിയോട്ടിക് സെല്ലിലേക്ക് വരുമ്പോൾ സെൽ മെമ്പറൈൻ എന്താ? സെൽ മെമ്പറൈൻ എന്ത് വെച്ചുണ്ടാക്കി? ഫംഗ്ഷൻ എന്താ? സെൽ വോൾ എന്ത് വെച്ചുണ്ടാക്കി? ഫംഗ്ഷൻ എന്താ? മൈറ്റോകോൺട്രിയന്റെ സ്ട്രക്ചർ ഡയഗ്രാം പഠിക്കണം. അതിന് എന്തുകൊണ്ട് പവർ ഹൗസ് എന്ന് വിളിക്കുന്നു? ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം ഫോട്ടോസിന്തസിസിലും ഇവിടെയും ഉണ്ട്, ചോദിക്കാറുണ്ട്. സെൻട്രോസോമിന്റെ ഫംഗ്ഷൻ എന്താ? സീലിയം ഫ്ലജിലിന്റെ സ്ട്രക്ചർ എന്താ? ന്യൂക്ലിയസ് എന്താ? ന്യൂക്ലിയോളസ് എന്താ? ക്രോമസോമിന്റെ ടൈപ്പ് മെറ്റ, സബ്മെറ്റ, അക്രോ, ടീലോ. അതിൽ മെറ്റയിൽ കാണുന്ന സാറ്റലൈറ്റ് ക്രോമസോം എന്താണ്? പഠിച്ചു വെച്ചേക്കണം മക്കളെ. പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെ? എൻഡോമെമ്പറൈൻ സിസ്റ്റം എന്താ? എൻഡോമെമ്പറൈൻ സിസ്റ്റത്തിൽ വരുന്നത് ആരൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂൾ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതൊക്കെയാ? അതിന്റെ ഒപ്പം തന്നെ ഏത് സെൽ ഓർഗനല്ല പാക്കേജ് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത ടഫ് ആണെങ്കിൽ ഇതൊക്കെ വരിക. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻക്ലൂഷൻ ബോഡി ബാക്ടീരിയയിൽ കാണുന്നതാ. ഇൻക്ലൂഷൻ ബോഡി എന്താ? അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ. പിന്നെന്താ? സീലിയലും ഫ്ലജിലും മൈക്രോട്യൂബ്യൂളിൽ അറേഞ്ച്മെന്റ് എന്താ അറിയാമോ? 9+2 അറേഞ്ച്മെന്റാ. സെൻട്രോസോമിൽ അറേഞ്ച്മെന്റ് എന്താ? 9+0 അറേഞ്ച്മെന്റാ. സെൻട്രോസോമിന്റെ സെൻട്രൽ റീജിയന്റെ പേര് ഹബ്ബ്. സെൻട്രോസോമിന്റെ സെൻട്രൽ റീജിയന്റെ പേര് ഹബ്ബാ. ഈ 9+2 അറേഞ്ച്മെന്റ്, 9+0. സീലിയന്റെ ഫ്ലജിലിന്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. റേഡിയൽ സ്പോക്ക്, ഇന്റർ ഡബ്ലറ്റ് ബ്രിഡ്ജ്, സെൻട്രൽ ഷീത്ത്, സിംഗ്ലറ്റ്. ആ ഡയഗ്രാം നോക്കി വെക്കണം.
മൈക്രോബോഡീസ് എന്താ? പ്ലാന്റ്സിലും ആനിമൽസിലും മാത്രം കാണുന്ന സെൽ ഓർഗണൽ മൈക്രോബോഡി. ഇവർ ഒരു എക്സാമ്പിൾ NCERT പറയുന്നുണ്ട്, ഓർത്ത് വെച്ചോ, പെറോക്സിസോംസ്. മൈക്രോബോഡീസിന് എക്സാമ്പിൾ ആരാ? പെറോക്സിസോംസ്. അടുത്ത അനാട്ടമിയിൽ വരുന്നതാണ് സ്റ്റൊമാറ്റോന്റെ ഗാർഡ് സെൽ. സ്റ്റൊമാറ്റോപോർ സബ്സിഡറി സെൽ എന്താ? സ്റ്റൊമാറ്റോന്റെ സ്ട്രക്ചർ, അതിന്റെ ഫംഗ്ഷൻ. ക്യൂട്ടിക്കിളിന്റെ സ്ട്രക്ചർ, ഫംഗ്ഷൻ. പിന്നെന്താ? റൂട്ട് ഏസും ട്രൈക്കോം തമ്മിൽ വ്യത്യാസമുണ്ട്. യൂണിസെല്ലാർ ആണ്, മൾട്ടിസെല്ലാർ ആണ്, അൺബ്രാഞ്ചഡ് ആണ്, ബ്രാഞ്ചഡ് ആണ്. റൂട്ടിലെ കാണും, സ്റ്റെമ്മിലും ലീഫിലും കാണും. ഇത് അബ്സോർപ്ഷനെ സഹായിക്കുക, ഇത് ട്രാൻസ്പിറേഷനെ കുറയ്ക്കുന്നു. വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കണം. റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്താ? കൺജോയിന്റ് എന്താ? കൺജോയിന്റ് 2 ടൈപ്പ് ഉണ്ട്. ക്യാമ്പിയം ഉണ്ടെങ്കിൽ ഓപ്പൺ, ക്യാമ്പിയം ഇല്ലെങ്കിലോ ക്ലോസ്ഡ്. ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും നമ്മൾ വ്യത്യാസം എന്താ? ഡൈക്കോട്ട് സെമ്മും മോണോക്കോട്ട് സെമ്മും നമ്മൾ വ്യത്യാസം എന്താ? ഈ വ്യത്യാസങ്ങൾ പഠിക്കണം. ഡൈക്കോട്ടും മോണോക്കോട്ട് റൂട്ടുകൾ, ഡൈക്കോട്ട് മോണോക്കോട്ട് സെമ്മുകൾ, ഡൈക്കോട്ട് മോണോക്കോട്ട് ലീഫുകൾ തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ഇവിടുന്ന് ടഫ് ആക്കുന്നത് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എവിടെയാ കാണാന്നാ ചോദിക്കുക. വെരി 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 ഇമ്പോർട്ടന്റ്. കാസ്പേരിയൻ സ്ട്രിപ്സ് എവിടെ കാണാം? റൂട്ട്. ഡൈക്കോട്ടിലും കാണും, മോണോക്കോട്ട് റൂട്ടിലും കാണും. റൂട്ടിൽ കാണുന്ന കാസ്പേരിയൻ സ്ട്രിപ്സ്. കൺജന്റീവ് ടിഷ്യൂ എവിടെ മാത്രമേ കാണുള്ളൂ? ഡൈക്കോട്ട് റൂട്ടിൽ മാത്രമേ കാണൂ. കാസ്പേരിയൻ സ്ട്രിപ്സ് 2 റൂട്ടിലും കാണും. കൺജന്റീവ് ടിഷ്യൂ ഡൈക്കോട്ട് റൂട്ടിൽ മാത്രമേ കാണൂ. സ്റ്റാർച്ച് ഷീത്ത് ഡൈക്കോട്ട് സെമ്മിലെ കാണും. സ്മോൾ പിത്ത് ബാക്കി എല്ലാത്തും ലാർജ് പിത്ത. എന്നാൽ സ്മോൾ പിത്ത് ഉള്ളത് എവിടെ? ഡൈക്കോട്ട് റൂട്ടിൽ മാത്രമാണ്. റിംഗ് വാസ്കുലാർ ബണ്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡൈക്കോട്ട് സെമ്മില. സ്കാറ്റേഡ് ചെറിയ വാസ്കുലാർ ബണ്ടിൽ, മോണോക്കോട്ട് സെമ്മില. ഹൈപ്പോഡെർമിസ് എന്ന വാക്ക് കേട്ടാൽ അത് സ്റ്റെമ്മില. ഡൈക്കോട്ട് സെമ്മിലും മോണോക്കോട്ട് സെമ്മിലും കാണും ഹൈപ്പോഡെർമിസ്. ക്യാമ്പിയം ഡൈക്കോട്ട് റൂട്ടിലും ഡൈക്കോട്ട് സെമ്മിലെ കാണുള്ളൂ. ഡൈക്കോട്ടുകളിലും ജിംനോസ്പെമിലും മാത്രമേ ക്യാമ്പിയങ്ങൾ കാണുള്ളൂ. സെക്കൻഡറി ഗ്രോത്ത് എവിടെ കാണാം? എവിടാണോ ക്യാമ്പിയം കാണുക അവിടെ സെക്കൻഡറി ഗ്രോത്തും കാണാം. ഡൈക്കോട്ട് റൂട്ടിലും ഡൈക്കോട്ട് സെമ്മിലും ക്യാമ്പിയം കാണും, അപ്പൊ സെക്കൻഡറി ഗ്രോത്തും അവിടെ മാത്രമേ കാണുള്ളൂ. മെഡുലറി റേസ് ഡൈക്കോട്ട് സെമ്മിൽ മാത്രമേ കാണുള്ളൂ. പാലിസൈഡ്, സ്പോഞ്ചി, പാരങ്കൈമ 2 ടൈപ്പ് പാരങ്കൈമ എവിടെ കാണുക? ഡൈക്കോട്ട് ലീഫിലാ കാണുക. ബുള്ളിഫോം സെൽ മോണോക്കോട്ട് ലീഫിൽ മാത്രമേ കാണൂ. സെമി ലൂണാർ പെരിസൈക്കിൾ ഇങ്ങനെ അർദ്ധചന്ദ്രനെ പോലെ കാണും. ഇങ്ങനെ കാണും. സെമി ലൂണാർ സ്ക്ലീറൻ കൈമ വെച്ചുണ്ടാക്കിയ അർദ്ധചന്ദ്രനെ പോലെ കാണുന്ന പെരിസൈക്കിൾ. ഇവിടെയാണ് വാസ്കുലാർ ബണ്ടിലിന്റെ മുകളിൽ കാണുന്ന അർദ്ധചന്ദ്രനെ പോലുള്ള സ്ക്ലീറൻ കൈമ വെച്ചുണ്ടാക്കിയ പെരിസൈക്കിൾ എവിടെ കാണും? ഡൈക്കോട്ട് സെമ്മിലെ കാണും. വെരി വെരി ഇമ്പോർട്ടന്റ്. സെമി ലൂണാർ പെരിസൈക്കിൾ ഡൈക്കോട്ട് സെമ്മിലെ കാണാം. ഈ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടല്ലോ മക്കളെ, ഈ വാസ്കുലാർ ബണ്ടിൽസിനെ കവർ ചെയ്യുന്ന സെൽസിന്റെ പേരാ ബണ്ടിൽ ഷീത്ത് സെൽ. വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സൈലം പ്ലസ് ഫ്ലോയം. സൈലം ഫ്ലോയം ചേർത്ത് വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കാം. വാസ്കുലാർ ബണ്ടിലിനെ കവർ ചെയ്യുന്നവരാരാ? ബണ്ടിൽ ഷീത്ത് സെല്ല. ഈ ബണ്ടിൽ ഷീത്ത് സെല്ല് സ്ക്ലീറൻ കൈമ വെച്ചുണ്ടാക്കാറുണ്ട്, പാരം കൈമ വെച്ചുണ്ടാക്കാറുണ്ട്. ബണ്ടിൽ ഷീത്ത് സെല്ലിനെ കവർ ചെയ്യുന്നവരാ വാസ്കുലാർ ബണ്ടിൽസിനെ കവർ ചെയ്യുന്നവരാ ബണ്ടിൽ ഷീത്ത് സെൽ. അവർക്ക് ഡാമേജ് പറ്റാതിരിക്കാനാ. ഈ ബണ്ടിൽ ഷീത്ത് സെല്ല് സ്ക്ലീറൻ കൈമ വെച്ചുണ്ടാക്കിയത് എവിടാ? മോണോക്കോട്ട് സെമ്മില. ഇതേ ബണ്ടിൽ ഷീത്ത് സെല്ല് പാരം കൈമ വെച്ചുണ്ടാക്കിയത് എവിടാ? ഡൈക്കോട്ട് ലീഫിലും മോണോക്കോട്ട് ലീഫിലുമാ കാണാം. സ്ക്ലീറൻ കൈമ വെച്ചുണ്ടാക്കിയ ബണ്ടിൽ ഷീത്ത് സെല്ല് മോണോക്കോട്ട് സെമ്മിൽ കാണും. പാരം കൈമ വെച്ചുണ്ടാക്കിയ ബണ്ടിൽ ഷീത്ത് സെല്ല് ഡൈക്കോട്ട് ലീഫിലും മോണോക്കോട്ട് ലീഫിലും കാണാം. ബാക്കി എവിടെയും ബണ്ടിൽ ഷീത്ത് സെല്ല് കാണാറില്ല. ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സെമ്മ് അവിടെ ഒന്നും ബണ്ടിൽ ഷീത്ത് ഇല്ല. മോണോക്കോട്ട് സെമ്മ്, ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ് അവിടെ ബണ്ടിൽ ഷീത്ത് ഉള്ളൂ. മോണോക്കോട്ട് സെമ്മിന്റെ ബണ്ടിൽ ഷീത്ത് സെൽ സ്ക്ലീറൻ കൈമ വെച്ചുണ്ടാക്കിയതാ. ഡൈക്കോട്ട് ലീഫിന്റെ മോണോക്കോട്ട് ലീഫിന്റെ ബണ്ടിൽ ഷീത്ത് സെൽ പാരം കൈമ വെച്ചുണ്ടാക്കിയതാ. ഈ പ്രോപ്പർട്ടി എഴുതി വെക്കണം. നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി തന്നു, അത് എവിടാന്ന് കിട്ടുന്നില്ലെങ്കിൽ, പഠിച്ച നോർമൽ പ്രോപ്പർട്ടി അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്താലും, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എവിടാന്ന് എഴുതി വെക്കാം? ഡൈക്കോട്ട് സെമ്മാന്ന് എഴുതി വെക്കാം. ഒരു പ്രോപ്പർട്ടി തന്നു, എവിടാന്ന് അറിയില്ല എങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഡൈക്കോട്ട് സെം എഴുതി വെക്കാം. കാരണം ഡൈക്കോട്ട് സെമ്മിന്റെ ഉള്ളിലാണ് ഒരു ടഫായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അല്ല പോയി എഴുതി വെക്കല്ലേ, വായിക്കാതെ. അഖിൽ സാറ് പറഞ്ഞിക്കണേ എന്ത് പ്രോപ്പർട്ടി വന്നാലും ഡൈക്കോട്ട് സെം എഴുതാൻ. അങ്ങനല്ല, വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളാൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ എന്തെഴുതി വെക്കാം? ഡൈക്കോട്ട് സെം എഴുതി വെക്കാം മക്കളെ. ഓക്കെ, അപ്പൊ നമ്മുടെ 5 സ്റ്റാർ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കും അതിന്റെ ഉത്തരം കൂടെ ഞാൻ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് പറഞ്ഞപ്പോഴും ഉത്തരം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇത് പഠിച്ചാൽ തന്നെ 5 സ്റ്റാർ ചാപ്റ്റേഴ്സ് സെറ്റാണ്. 3 സ്റ്റാർ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് 4 സ്റ്റാർ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം. പഠിച്ചേക്കണേ. പരീക്ഷയെത്തി. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം 6 ഋതുക്കളും കഴിഞ്ഞു മക്കളെ. ഇനി പഠനത്തിന്റെ ഋതുക്കളാ. മോഡൽ എക്സാമും മെയിൻ എക്സാമും വരാറായി. പഠിച്ചേക്കണേടാ. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയാ. പഠിച്ചേക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ.
ഓക്കെ, പാക്കിംഗ് നടത്തുന്ന സെൽ ഓർഗണൽ ഏതാ? ഒന്ന് കമന്റ് ചെയ്യൂ. പാക്കിംഗ് നടത്തുന്ന സെൽ ഓർഗണൽ ഏതാ?